ഹായ് ഓൾ, ഞാൻ അബിത് ഗിരീഷ്, ഫൗണ്ടർ സിനാപ്സ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ സെഗ്മെന്റുമായിട്ടാണ്. ഈ സോൺ എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ എൻട്രൻസ് ആസ്പിറൻസ്. നീറ്റ്, ജെയ്, കീം, CUET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ അഡ്രസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിക്കൊണ്ട് സിനാപ്സ് മുന്നോട്ട് വെക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ സോൺ. ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സും എല്ലാം ഷോർട്ട് റീൽ രൂപത്തിലും വീഡിയോ രൂപത്തിലും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സെഗ്മെന്റിന്റെ അണ്ടറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. സോ ആദ്യത്തെ വീഡിയോ എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നീറ്റില് ബയോളജിയിലെ +2 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നീറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is hormone releasing IUD? Options: Lippus Fluke, CU7, LNG-20 and Multilode 375. സോ ഇതില് LNG-20 ആണെന്ത് റൈറ്റ് ആൻസർ. ഓക്കെ, ഹോർമോൺ റിലീസിങ് IUD എന്ന് പറയുന്നത് LNG-20 ആണ്. ബാക്കിയുള്ള എന്താണെന്ന് ഓടിച്ചൊന്ന് നോക്കി നോക്കാം. ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. ഫാഗോസൈറ്റോസിസ് വഴി സ്പെർമിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന IUD ആണ്. CU7 മൾട്ടിലോഡ് 375 എന്താണ്? കോപ്പർ റിലീസിങ് IUDs ആണ്. ഓക്കെ, കോപ്പർ റിലീസിങ് IUDs ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? അണ്ടർലൈൻ ഇൻകറക്റ്റ് റിഗാർഡിംഗ് വാസക്ടമി. വാസക്ടമി എന്ന് പറയുന്നത് എന്താണ്? മെയിൽസിലെ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഫീമെയിൽസിലാണെങ്കിൽ അത് ട്യൂബെക്ടമി ആണ്. ഓക്കെ, സോ വാസക്ടമിയിലേക്ക് വരുമ്പോൾ വാസ് ഡെഫറൻസ് അല്ലെങ്കിൽ വാസ് ഡെഫറൻഷ്യ ഈസ് കട്ട് ആൻഡ് ടൈഡ്. അത് റൈറ്റ് ആണല്ലേ? അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇറിവേഴ്സിബിൾ സ്റ്റെറിലിറ്റി അഥവാ പെർമനന്റ് സ്റ്റെറിലിറ്റി അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോ സ്പെർം ഒക്കേഴ്സ് ഇൻ സെമിനൽ ഫ്ലൂയിഡ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലേ? സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷൻ ആണ്, അതായത് നോ സ്പെർംസ് ഒക്കേഴ്സ് ഇൻ എപ്പിഡിഡൈമസ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എംബ്രിയോ വിത്ത് മോർ ദാൻ 60 ബ്ലാസ്റ്റോമിയസ് ഫോംഡ് ഡ്യൂ ടു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു. നമുക്കറിയാം, ആദ്യം എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീവേജ് ആണ് നടക്കുന്നത്. ക്ലീവേജിന്റെ ഭാഗമായിട്ട് 2 സെൽഡ് 4 സെൽഡ് 8 സെൽഡ് സ്റ്റേജസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 8 to 16 സെൽഡ് സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോറുല എന്ന് പറയുന്നത്. ഓക്കെ, മോറുല. ഈ മോറുല പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ബ്ലാസ്റ്റുല അഥവാ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറുന്നത്. ഇതാണ് യൂട്രൈൻ വാളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സോ IVF വഴി ഉണ്ടാവുന്ന 16 ബ്ലാസ്റ്റോമിയസിനെ നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങോട്ടാണ്? യൂട്രസിലോട്ടാണ്. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് യൂട്രസ്.